ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ BBSൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മൾ പല ആൾക്കാരും കാണുന്നതും ഉണ്ട്, കാണാത്ത ആൾക്കാരും ഉണ്ട്, പല അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം അതിൽ ശരിക്കും പറയാം, ബിഗ് ബോസ് വരെ അതിൽ പല രീതിയിലും ആൾക്കാരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് എനിക്ക് ഫീലായി. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ 24/7 കാണുന്നൊരു വ്യക്തി തന്നെയാണ്. കാരണം അത് മുടങ്ങാതെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം അവിടെ തുടങ്ങിയ സമയം മുതൽ ഇതേ ഈ ഒരു നിമിഷം വരെയും അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്ക് നിങ്ങളോട് വ്യക്തപരമായിട്ട് പറയാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം ഫസ്റ്റ് മുതൽ നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. കാരണം ജിസയിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളെല്ലാം അവരുടെ പടിപ്പുര ടാസ്ക് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് വെച്ചതിന് ശേഷം ജിസയിൽ പല രീതിയിലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ഈവൺ അനുമോൾ പോലും അത് യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അനുമോളും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പല രീതിയിലും കണ്ടിട്ടുമുണ്ട്. പിന്നെയും എടുത്ത് മോഹൻലാൽ പറഞ്ഞതിന് ശേഷമാണ് അനുമോൾ ആ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ജിസയിൽ എവിടുന്നൊക്കെയോ സാധനങ്ങൾ ആൾക്കാരുടെ അടിച്ചു മാറ്റിയിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് മോഹൻലാൽ പിടിക്കുകയും പുള്ളിക്കാരിക്ക് വലിയൊരു വാണിംഗ് കൊടുക്കുകയും പുള്ളിക്കാരി ഡ്രസ്സൊക്കെ തിരിച്ചയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. അതൊക്കെ എന്താ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്നലെ അനുമോൾ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ജിസേലിനെയും ആര്യനെയും കുറിച്ച്. അത് എനിക്കിപ്പം ആര്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, പക്ഷേ ജിസേൽ എന്ന് പറഞ്ഞ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഒരു സ്ത്രീ എന്ന രീതിയിൽ പറ്റാത്തത് കൊണ്ടും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പുള്ള പല ബിഗ് ബോസിലും പല രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്, പല 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 കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇതിനു മുമ്പുള്ള ബിഗ് ബോസിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ആ സമയത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉയർന്നതാണ്. അവരങ്ങനെ ചെയ്തു, അവർ ഇങ്ങനെ ചെയ്തു, അവർ മറ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഏതൊരു ബിഗ് ബോസ് എടുത്താലും അവിടെ ഒരു സദാചാര അമ്മായി വരാറുണ്ട്. ഈ പ്രാവശ്യം സദാചാര അമ്മായിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അനുമോളയാണ്. കാരണം ഏതൊരു നാട്ടിൻപുറത്തുനിന്ന് വന്നാലും അവരിന്ന് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് ഇന്ന് ആ സ്ത്രീ ജീവിക്കുന്നത്. കാരണം ഒരു കുട്ടിയെ വിളിക്കാൻ പറ്റത്തില്ല, സ്ത്രീ എന്ന് തന്നെ പറയാം. 30 വയസ്സായി, അന്നേരം ഒരു സ്ത്രീ തന്നെയാണ്. അന്നേരം ആ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ അത്രയും മോശമായി ചിത്രീകരിക്കുമ്പം ഇവർ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണ് പറയാത്തത്? ഇവരെന്താ ആര്യന് തൊപ്പി വെക്കാനും ആര്യൻ്റെ പിന്നാലെ പാട്ട് പാടിയും ആര്യനെ നോക്കിയും ഒക്കെ നടക്കുന്നത് പല രീതിയിലും ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ 24/7 കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവും ആര്യൻ്റെ പിന്നാലെ ഇവിടെ നടന്നത് എങ്ങനെയാണെന്നും. അവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ അവളോട് ചോദിച്ചിട്ടുണ്ട്, നീയും നിനക്കെന്താ ആര്യനോട് വല്ല ക്രഷുണ്ടോ എന്ന് അവൾ ചോദിക്കും, നിങ്ങളും ലവ് ട്രാക്ക് പിടിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യ ആര്യനോട് പറഞ്ഞതാണ്, അവൾക്ക് ജലസെന്ന് വെച്ചാൽ നീ ഏറ്റവും കൂടുതൽ പിന്നെ ജെസ്സിലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിൽ അവൾക്ക് ചെറിയൊരു അസൂയ ഇതുപോലെ ഉണ്ട്, അതാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നും ഈ ശൈത്യ തന്നെ ആര്യനോട് പറയുന്നതും ഒരു ഭാഗം നമ്മൾ കണ്ടതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജിസയിലും ആര്യനും തമ്മിൽ പ്രേമിച്ചാൽ പോലും അതിൽ എനിക്കോ നിങ്ങൾക്കോ ഇല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കോ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ പല ലവ് ട്രാക്കുകൾ ഓടിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തി വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി വെച്ചാൽ നമ്മുടെ പേളിമാണിയും ശ്രീനിഷുമാണ്. അവർ പുറത്തിറങ്ങി അതേ കണക്ക് വന്ന് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു, കുട്ടികൾ 2 പേരായി. അവരുടെ ജീവിതം നല്ല സന്തോഷപരമായാണ് പോകുന്നത്. പിന്നെന്താ, ഇപ്പം ജിസേലിന് 31 വയസ്സാണ്, 32 വയസ്സാണെങ്കിൽ ഇല്ലെങ്കിൽ പോട്ട് 30 29 വയസ്സങ്ങാണ്ടാണെന്നാ ജിസേൽ പറയും. 28 വയസ്സങ്ങാണ്ട്. അന്നേരം നമ്മുടെ അനുമോൾക്ക് എത്ര വയസ്സുണ്ട്? 30 വയസ്സില്ലേ. അനുമോൾ ആ ട്രാക്ക് പിടിച്ചില്ലേ അവിടെ? ഇപ്പം കാണുന്ന വ്യക്തികൾക്കറിയാലോ, അനുമോൾ കാണാതെങ്കിലായാലും അവനെ നോക്കി ചിരിക്കുകയും പിന്നെ അവൻ്റെ പിന്നാലെ നടക്കുകയും അവന് തൊപ്പി വെച്ച് കൊടുക്കുകയും എന്ന് അട്ടവസിച്ച് ചിരിച്ച് മറിയുകയും താഴെ കിടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അന്നേരം അതിനൊന്നും ഒരു തെറ്റുമല്ല. ഇപ്പം ജിസേൽ അന്ന് ആ റൂമിൽ ഇപ്പം ഞാൻ ആ ഒരു 24/7 ഞാനത് കണ്ട കാര്യമാണ്. രാത്രി അനുമോളുടെ കിറ്റ് കാണാതെ പോയിട്ട്
ചെന്ന് ആര്യനെയും ഇവളെ തട്ടി വിളിക്കുമ്പം അനുമോൾ ആ പുതപ്പ് മാറ്റിയിട്ടാൽ നോക്കിയിരുന്നെങ്കിൽ അത് പറയാം അവരെന്തോ വൃത്തികേട് കാണിക്കുന്നു, കണ്ടുന്ന ക്യാമറയിലെല്ലാം തെളിയും. ഇപ്പോൾ ഒരു ക്യാമറ ഒരു പുതപ്പ് ഇത്രയും മൂടി കിടന്നിട്ട് അതിനുള്ളിൽ നടത്തി എന്താണെന്ന് അനുമോൾ എങ്ങനെയാണ് കണ്ടത്? അനുമോൾ 24/7 ഇവരെയാണോ വാച്ച് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ 72-75 ക്യാമറ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 72 ക്യാമറ ആണെങ്കിൽ 73 ക്യാമറയാണോ അനുമോള്? ഇല്ലെങ്കിൽ 75 ക്യാമറ ഉണ്ടെങ്കിൽ 76ാമത്തെ ക്യാമറയാണോ അനുമോള്? ഇവർ ആ പുതപ്പിനടിയിൽ എന്താണ് ചെയ്യുന്നത്? അതിനെക്കാട്ടി ഏറ്റവും വൃത്തികേടായി എനിക്ക് ഫീലായത് ഇപ്പോൾ ഒരു ആങ്ങള വന്നിട്ടുണ്ട്, പുതിയ ആങ്ങള ജിതിൻ. അങ്ങേര് ആ ഒരു രീതി കാണിച്ച രീതി, അയ്യോ 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 അയ്യോ. ഇവനൊക്കെ എന്ത് 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 ആണുങ്ങളാന്ന് ആലോചിക്കുക. ഇവരൊക്കെ നാണോ മാനോ ഉണ്ടോയെന്ന് ആലോചിക്കുക. ഇവരൊക്കെ സീരിയലൊന്നും അഭിനയിച്ചിട്ടില്ലേ? ഇവൻ്റെയൊക്കെ വർത്തമാനങ്ങളും കണ്ടാൽ ഇവരാരും ഉമ്മയും വെച്ചിട്ടില്ല. ഇവരാരും ഇങ്ങനെയുള്ള സീനുകൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ തട്ടി വിടുന്നത്. ഇത്രയും മോശപ്പെട്ട ഒരു സീസൺ ഞാൻ എപ്പോഴും പറയുന്നത് കഴിഞ്ഞ സീസണാണ് ഏറ്റവും വലിയ മോശപ്പെട്ട രീതിയെന്ന്. ഞാൻ പറയുക ഒരിക്കലുമല്ല, ഇപ്പോഴത്തെ ഈ ഒരു സീസണാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ. ഇപ്പം റേറ്റിംഗ് ആണെങ്കിൽ പറയാനേ ഇല്ല. സീരിയസ്ലി പറയാം, അവിടെ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ. കാരണം അവനെ ഉമ്മ വെക്കുന്ന കണ്ട്, ഇവൾ അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ട്, ഇവൾ അതെടുക്കുന്ന കണ്ട്, ഇവൾ ലിപ്സ്റ്റിക് ഇടുന്ന കണ്ട്, ഇനി അവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഈവൻ പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ വന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് എന്ത് പറഞ്ഞാലും അത് വീട്ടുകാരെ പറയുക. ശരിക്കും ഇത് സ്റ്റാൻഡേർഡില്ലാത്ത കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നതിൻ്റെ പുറത്ത് മാത്രം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ബിഗ് ബോസിനോട് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു ഷോയ്ക്ക് കൊണ്ടുവരുമ്പം ഇത്തിരി നിലയും നിലവാരവുമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏറ്റവും വേസ്റ്റായ മനുഷ്യരെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒനിയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ, എന്താ പറയുക, നമ്മുടെ നെവിനെക്കുറിച്ച് പറഞ്ഞതാണ്. ജെൻഡർ തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ ഇവിടെ കാർഡിറക്കി കളിക്കുന്നുണ്ട്. അതുപോലെ സിംഗിൾ, അയാൾ മാത്രമുള്ള അവിടെ സിംഗിൾ ചോദിക്കുക, അയാൾ മാത്രമുള്ള ആ സിംഗിൾ. പിന്നെ അതുപോലെ എന്താ, പിന്നെ പല പല ആൾക്കാർ ഇറക്കി കടിക്കുന്ന കാർഡുകളെക്കുറിച്ച് പറഞ്ഞു. ഒരു ജെൻഡർ ഏതാണെന്ന് പോലും വെളിപ്പെടുത്താൻ പറ്റാത്തൊരു വ്യക്തി, അത് ഉദ്ദേശിച്ച് നമ്മുടെ നെവിനെ തന്നെയാണെന്ന്. അയാൾ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞ് വർത്തമാനം കൊണ്ടാണ് ഈ ഒരു വർത്തമാനം കൂടെ പറഞ്ഞേക്കുന്നത്. കാരണം ഇവനൊന്നും ഒരു നിലനിൽപ്പില്ലാത്ത വ്യക്തികളാണെന്ന് ആ ഒരു വാക്കിലറിയാം. അവിടെ ജെൻഡർ തെളിയിക്കാൻ നിൽക്കുന്ന ആരാണുള്ളത്? പിന്നെ 2 ലെസ്ബിയൻ കപ്പിൾ, അയാൾ പറഞ്ഞ വാക്കുകൾ 2 ലെസ്ബിയൻ കപ്പിൾ, പിന്നെ അതുപോലെ ജെൻഡർ ഏതാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരാൾ, പുറത്ത് പറയാൻ പറ്റാത്ത ഒരാൾ, പിന്നെ വേറൊരു ഇത് സിംഗിൾ, പിന്നൊന്ന് സിംഗിൾ. അത് അയാളെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് പറഞ്ഞത് നമ്മുടെ അനുമോളത്താണ് ഈ വാക്കുകൾ ഇയാൾ സംസാരിക്കുന്നത്, ആലോചിച്ചോണം. പിന്നെ പറഞ്ഞത് വേറെന്തോ ഒരു പേര് കൂടെ പറഞ്ഞത് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു ജെൻഡർ തെളിയിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് ജിതിനെ ഇത് അയാൾ ആ അനിയനെന്ന് പറഞ്ഞിട്ട് പോലും അവൻ്റെ ജെൻഡറിനെ കുറിച്ച് സംശയം. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കണം. ഓനിലിൻ്റെ ആ ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ്. അന്നേരം ഇങ്ങനെയൊക്കെ ഉള്ള നിലനിൽപ്പും, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗെയിമല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ശരി ഗെയിമാണെങ്കിൽ അന്തസ്സും അഭിമാനത്തോടെ കളിച്ച പല ആൾക്കാരും ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട്. ഇത്ര ചീപ്പായ വ്യക്തികൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അനുമോളെന്താ സീരിയല് ഭാര്യയും ഭർത്താവായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ലവ് ട്രാക്ക് അഭിനയിച്ചിട്ടില്ലേ? ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടില്ലേ? വർത്തമാനം പറയുന്നത് കണ്ടാൽ ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും അത് കണ്ടപ്പോൾ അങ്ങ് എൻ്റെ കണ്ണങ്ങ് ചിമ്മിപ്പോയെന്ന് പറയാം. ഇതൊക്കെ ഈ പുറത്തായാലും അവർ സീരിയലായാലൊക്കെ അഭിനയിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവരൊക്കെ. എന്നിട്ട് ഇത്രയും ഒരു സദാചാര കുഞ്ഞമ്മ കളിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയാണെന്ന് എനിക്ക് ഫീലായത്. കാരണം നമുക്കൊരാളോട് ഈ അനുമോളുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ പേഴ്സണൽ റിവെഞ്ച് എടുക്കും. സീരിയസ്ലി പുള്ളിക്കാരി പറയും ഞാൻ അങ്ങനെ എനിക്ക് കരച്ചിൽ. ഈ പുള്ളിക്കാരി ഇതിനു മുമ്പുള്ളൊരു ഏഷ്യാനെറ്റ് ഷോ ചെയ്തിട്ടുണ്ട്. അവിടെ ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരി കാണിച്ചിട്ട്, കരച്ചിലും പിഴിച്ചിലും ഇങ്ങനെ നിന്ന് കരയും. ഞാൻ അന്ന് ഈ പെണ്ണെ കണ്ട് വിചാരിച്ച ഒരു 10-16 വയസ്സുള്ളത്, പക്ഷേ ഇപ്പോഴറിയാൻ വേണ്ടി 30 വയസ്സുണ്ടെന്ന് സീരിയസ്ലി പറയാം. അത് പിന്നെ ഒരു ഒക്കത്തൊരു പാവയും, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ. ഒക്കത്തൊരു പാവയും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പം ഒക്കത്ത് പാവയും കൊണ്ട് നടക്കാനുള്ള പ്രായം അവൾ കാര്യമായിട്ട് ചോദിക്കുക. ഒരു പക്വത ഒരു വിവരമൊക്കെ വേണ്ടേ?
പിന്നെ ഉണ്ടല്ലോ മറ്റേ റെനാ ബാത്തിവയ്ക്ക് ഇതിലും പക്വതയും കാര്യങ്ങളും. 19 വയസ്സേ ഉള്ളൂ. അന്നേരം എന്താ പറയുക, ക്ലീൻ ഇമേജ് കാർഡ് ഇറക്കുന്നു, അങ്ങനെ പറയാം, ക്ലീൻ ഇമേജ് കാർഡ്. പക്ഷേ എല്ലാവരും സ്വന്തം കണ്ണാടി എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് പറയണം അവനവൻ ക്ലീൻ ആണോ നല്ല ഇമേജ് ആണോ എന്ന് അന്തസ്സോടെ പറയാൻ പഠിക്കണം. എന്നിട്ടേ വല്ലവൻ്റെയും പാടത്ത് പോയി കണ്ണട വെക്കാൻ നിൽക്കാവുള്ളൂ. പുതപ്പിന് ഞാനിത് കണ്ടോണ്ടിരിക്കുക. ഞാൻ രാത്രി അനുമോക്ക് ഉറക്കമൊന്നുമില്ല. അന്നേരം ആര്യനെ നോക്കിയിരിപ്പോൾ അനുമോളുടെ ജോലി അതിന് മോശപ്പെട്ട രീതി ആയിപ്പോയില്ല. 24 hours രാത്രി കിടക്കുന്ന സമയത്ത് ആര്യനെ ജിസലിനെയും അവരെന്താ അതിനുള്ളിൽ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അതെന്താ അസുഖമാണ്? നമുക്കൊന്നും മനസ്സിലാവാത്ത അസുഖങ്ങളാണ് അതൊക്കെ. പിന്നെ അത് പറയാൻ ഞാൻ ആളല്ല, അത് വേറെ സത്യം. പക്ഷേ ഈ ഇറങ്ങിയത് വളരെ ചീപ്പ് ഷോ ആയിപ്പോയി. അത് വെറും വൃത്തികെട്ട രീതിയിലുള്ള ഇവർക്ക് ഈ കുടുംബസ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഈ കിച്ചണിൽ അവിടെ ഫ്രണ്ടിൽ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നതാണോ? ഇല്ലെങ്കിൽ അന്യവൻ്റെ കടപ്പറയിൽ എന്തെന്നൊന്ന് എത്തി നോക്കുന്നതാണോ? അത് പിന്നെ വെറും വൃത്തികെട്ട രീതി എന്ന് പറയാം. കാരണം ഇത് പണ്ടൊക്കെ ആണെങ്കിൽ പറയാം, ഒരു ചെറുക്കനും പെണ്ണും ഉമ്മ വെക്കുന്നത് അതിങ്ങനെയാണെന്ന്. ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് എടുത്താലോ വേറുള്ള രീതിയിലുള്ള ബിഗ് ബോസ് എടുത്താലോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അത്രയൊന്നും ഈ മലയാളത്തിലില്ല. കാരണം മലയാളത്തിൽ കൂടുതലും കുടുംബ പ്രേക്ഷകരാണ് ഇതിനുള്ളത്. ഇങ്ങനെയുള്ളവരെ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ഹിന്ദിയിൽ അതിൽ സൽമാൻ ഖാനാണ് ഈ ഷോ ചെയ്യുന്നത്. പുള്ളി തെറി വിളിച്ച് കളയും. പുള്ളിയുടെ വീടെന്നാണ് പുള്ളി പറയുന്നത്, അല്ലാതെ ബിഗ് ബോസിൻ്റെ വീടെന്ന് പുള്ളി ഒരിക്കലും പറയില്ല. ഇത് പുള്ളിയുടെ വീടെന്നാണ് പറഞ്ഞിട്ട് അപ്പം അവിടെ അടിച്ചിറക്കും ഇങ്ങനെയുള്ള കൂറസാണ്. പക്ഷെ ലാലേട്ടന് ആ ഒരു കാര്യത്തിൽ പറ്റുന്നില്ല. കാരണം ഇങ്ങനത്തെ വൃത്തികെട്ട കാർഡ് ഇറക്കുന്നതിന് അപ്പം തന്നെ പിടിച്ച് പുറത്തിറക്കുക. എത്രയോ ആൾക്കാരുണ്ട് ഈ ഷോയിൽ വന്ന് ചേരാനും നല്ല മൈൻഡ് ഗെയിം കളിച്ച് രക്ഷപ്പെടാനും എത്രയും നല്ല ആൾക്കാരുണ്ട്. ഇത് ഈ സീരിയലിൽ അഭിനയിച്ച് വില്ലനും വില്ലത്തിയും ഭാര്യയും ഭർത്താവൊക്കെ അഭിനയിച്ച കുറേ കൂറകളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരച്ച് നിർത്തിയിട്ട് എന്ത് ഉണ്ടാക്കാനാണ്? ഇത് സീരിയൽ കണ്ടോ നിങ്ങളുടെ മോന്ത കണ്ടോ നമ്മൾ മടുത്ത്. ഇനിയിപ്പോൾ ഇതിലും കൂടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ശരിക്കും പറഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ ആയോ എന്ന് തോന്നിപ്പോവാണ്. സീരിയസ്ലി പറയും, ഇത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ പരമ്പര എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇനി ബിഗ് ബോസ് അറിയപ്പെടാൻ പോകുന്നത്. ഒരു സീരിയൽ അഭിനയിക്കാൻ എത്ര പേരകത്തുള്ളത്? അനുമോള്, പിന്നെ എന്താ പറയുക 2 വില്ലന്മാർ. ഇതെന്താ സീരിയൽ പരമ്പരയോ? പുറത്തുനിന്ന് ഇവർക്ക് വേറെ ആൾക്കാരും കിട്ടിയില്ലേ? പിന്നെ ഒരപ്പാലി ശരത്ത്, അയ്യോ പറയാതിരിക്കാൻ പറ്റത്തില്ല. വായി തോന്നുന്ന എല്ലാം അങ്ങ് പറയുകയും ചെയ്യും. പിന്നെ എന്താ ആദിലയുടെ പുറവിന് നടന്ന് അങ്ങ് കെഞ്ചല. എന്തിൻ്റെ ആവശ്യമാണ്? മൈൻഡ് ഗെയിം കളിക്കാൻ പോയി മൈൻഡ് ഗെയിം കളിച്ചിട്ട് വീട്ടിൽ വരാൻ നോക്കണോ? അല്ല ചുമ്മാ ഈ പെണ്ണുങ്ങളുടെ പുറവിന് നടന്ന് ആങ്ങളെ ചമയാതെ. സീരിയസ്ലി പറയാ, തനക്ക് എന്തിനും ഇവിടെ നമ്മുടെ കെട്ടിയെടുത്ത് പോയാൽ പുതിയ ബന്ധങ്ങളുണ്ടാക്കാനാ? താനൊക്കെ പോയത് തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഗെയിം കളിച്ച് ആ പൈസ കിട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് അവിടെ പോയി നിന്ന് കുടുംബം ഉണ്ടാക്കുക. എല്ലാവരും അത് തന്നെയാണ്, ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ. ഈ ഷാനവാസ് എന്താ ചെയ്യുന്നത്? ശരിയല്ല, അയാൾ എന്താ അവിടെ ചെയ്യുന്നത്? ഒനിയൽ, ഷാനവാസ് എല്ലാം ചുമ്മാ അങ്ങും ഇഞ്ഞും കുത്തിയിരുന്ന് ചുമ്മാ തോന്നിവാസങ്ങളും ഇങ്ങനെ അതും ഇതും പറിച്ചിട്ട് തന്നെയാണ്. ഈ നിസാരപ്പെട്ട പിന്നെ അതിനെക്കാട്ടി ഇപ്പൊരെണ്ണം വന്ന് കയറിയിട്ടുണ്ട്. അയ്യോ ഒരു മസ്താനി. ഈ പുറത്തെ ആൾക്കാർ എന്തൊക്കെ പറയുന്നു, പുറത്ത് എന്തൊക്കെ നടക്കുന്നു എന്നെല്ലാം വിശദപരമായിട്ട് എല്ലാവരുടെ ചെവിയിലും എത്തിച്ചിട്ടുണ്ട്, ഒരു കുറവുമില്ലാതെ. ആ ബിഗ് ബോസ് എപ്പോഴും വിളിച്ച് പറയുന്നത് ഇതൊന്നും പറയരുത്. ഇത് ആരുടെ നാടകം കാണിക്കുന്നത്? ഈ പ്രോഗ്രാം പൊളിയാൻ ഒറ്റ കാര്യമുള്ളൂ. കേരളത്തിലുള്ള മലയാളി പ്രേക്ഷകരാരും ഈ പ്രോഗ്രാം കാണാതിരിക്കുക. 24/7 ആയാലും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും അവരുടെ ബന്ധുക്കൾ മാത്രം കണ്ടോട്ട്, ബാക്കിയുള്ള ആൾക്കാർ കാണണ്ട. പിന്നെ എന്ത് പറയാനാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ആരും നല്ല കുഞ്ഞാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, അവൻ്റെ കയ്യിൽ മൊത്തമുള്ള ഫ്രോഡ് തരാം. പക്ഷെ ജിസൈൽ അവർ ഒരു പാവം പിടിച്ച സ്ത്രീ തന്നെയാണെന്ന് പറയാം. അവർ ലിപ്സ്റ്റിക്ക് കട്ടിട്ട് സത്യം തന്നെയാണ്. അവർ ലിപ്സ്റ്റിക്ക് എടുത്ത് ഒളിച്ച് വെച്ച് അത് മോഹൻലാൽ വന്ന ആൾക്കാരെ കൊണ്ട് ചില ആൾക്കാർക്ക് അത് ചില സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഈ അനുമോൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അനുമോൾ പാവമായിട്ട് നടിച്ചു നിന്ന് എന്തുകൊണ്ടാണെന്ന് പറയാം. അനുമോൾക്ക് മേക്കപ്പ് ഇടാൻ സാധനങ്ങളില്ലായിരുന്നു.
ഈ മേക്കപ്പ് ഇടാൻ സാധനങ്ങൾ കിട്ടിയപ്പോഴത്തെ പുള്ളിക്കാരുടെ തനി രൂപം അങ്ങ് പുറത്ത് വന്നു. കാരണം ആ ഒരു ധൈര്യം വന്ന്. കാരണം ഇവരെ വിചാരം ഇതൊരു ക്യാമറയല്ലേ, ഈ ക്യാമറ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തീർക്കാമെന്ന് വെച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് അഭിനയം അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഇടാം, എന്ത് മുഖത്ത് വേണമെങ്കിലും ചെയ്യാം, ഇപ്പം ചെയ്യാം. അന്നേരം അതിട്ടതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് ഈ രൂപം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് പുള്ളിക്കാരി എവിടെയെങ്കിലും തൂങ്ങി ഇത് ഈ കരച്ചിൽ നാടകം അഭിനയിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പം അവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടത് അവിടുത്തെ കപ്പാണ്. പക്ഷേ ഈ കപ്പ് ആര് നേടുമെന്നുള്ളതാണ് എനിക്ക് പൊട്ടുക. പക്ഷെ അതിനുള്ള എന്താ പറയുക, അതിനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തികളും അപ്പം അവിടെ ഇല്ല. പിന്നെ അനീഷുണ്ട്. അനീഷ് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാവരും പറയുന്നത് അനീഷിൻ്റെ ചെവിയിലെത്തുന്നുണ്ട്. പക്ഷെ അനീഷ് അതൊന്നും കാണാത്തയും കേൾക്കാത്തയും മട്ടിലാണ് ആ ഒരു വ്യക്തി നടക്കുന്നത്. അതൊരു നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷിനെ കുറിച്ച് നല്ലൊരു ഗെയിമറാണ്. പുള്ളിക്ക് ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള എന്താ പറയുക, ഇങ്ങനെ കുശുമ്പോ കുഞ്ഞാഴ്മകളോ ഇല്ലെങ്കിൽ അവനെ അവിടെ പിടിച്ചെന്നോ ഇവിടെ പിടിച്ചെന്നോ അല്ലെങ്കിൽ അവനെ കണ്ടെന്നോ നോക്കിയെന്നോ ഒന്നും പുള്ളി പറയാൻ നിൽക്കത്തില്ല. പുള്ളിയുടെ കാര്യം നോക്കി ഇങ്ങനെ ഈ മസ്താനിയൊന്നും കൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. ഞാൻ വിചാരിച്ച ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ റെനാ ഫാത്തിമയാണെന്ന്. പക്ഷെ അതൊക്കെ ശിശു, അതിനെക്കാട്ടി വെറുപ്പിക്കലാണ് ഈ പെണ്ണ്. സത്യം. അന്ന് ഒനിയൽ പറഞ്ഞിരുന്നല്ലോ മറ്റേ പിള്ളേർക്ക് എനിക്കോട്ടായിരുന്നു ആ ഷൂ കുഞ്ഞിലെ. അന്ന് ആ ഷൂ കീ ഇത് കരയുന്ന മാതിരിയാണ് ഇവിടെ സ്വഭാവം. ഇങ്ങനെ സ്വരം വരുന്നത് ഭയങ്കര ഇറിറ്റേഷനാവും. മറ്റേ ജിതിൻ പറഞ്ഞതാണ്, എനിക്ക് നൂറയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ടീം മ്യൂട്ട് ചെയ്ത് വെക്കും, കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഇവളുടെ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ കേട്ടോണ്ടിരിപ്പണോ, ലൈവ് കേൾക്കുവാണല്ലോ ചില ആൾക്കാർ. എൻ്റെ പൊന്ന് ബിഗ് ബോസേ, കൈകുപ്പി പറയാം, എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കുറച്ച് അലവലാദികളെ അതിൽ നിന്ന് പുറത്താക്കാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇനിയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഷോ നല്ല രീതിയിൽ റേറ്റിങ്ങിൽ കൊണ്ടുവന്ന് നോക്കുക. അല്ലാതെ ഇവത്തുങ്ങളെ വെച്ചൊന്നും ഇത് റേറ്റിങ്ങിൽ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ബിഗ് ബോസ് വിചാരിക്കാൻ വേണ്ട, നടക്കത്തുമില്ല. കാരണം ഇതൊക്കെ വെറും എന്താ പറയുക സദാചാര ടീമുകളാണ്. സീരിയസ്ലി പറയാം. അല്ലാതെ വേറുള്ളവൻ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന പീസുകളാണ്. വെറും മോശപ്പെട്ട ആൾക്കാർ. അന്നേരം എനിക്ക് ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിനോട് പറയാനുള്ളത്. ഇതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ തീർച്ചയായിട്ടും പറയാം എൻ്റെ കൂട്ടുകാരോട്, ഈ ഷോ ഒരിക്കലും കുട്ടികളിരിക്കുന്ന സമയത്ത് ഇത് വെക്കാനേ പാടില്ല. കാരണം ഭയങ്കര മോശമായ രീതികളിലും മോശമായ ആറ്റിറ്റ്യൂഡുമാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും കാണിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്കൊരിക്കലൊന്നും ഇങ്ങനത്തുള്ള നിലവാരത്തിൽപ്പെട്ട വ്യക്തികളെ കാണാനോ അല്ലെങ്കിൽ അവരോട് സഹകരിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടും. ഞാനൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഉള്ളത് പറയാണ്. കാരണം ഇനി എത്ര വലിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരോട്ട് സഹകരിക്കാനൊന്നും എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് തന്നെ അത് ബോറടി, 24/7 കാണാൻ നമുക്ക് തന്നെ ബോറടി, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അതാണ് ഇന്നലെ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിവ്യൂ ഒന്നും പറയാനത് എടുക്കാതെ. കാരണം നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ഫീൽ ആവുന്നുണ്ട്. കാരണം കണ്ടുകൊണ്ടിരിക്കാൻ ഒന്നുമില്ല. ഒരു കിച്ചൻ്റെ മുമ്പിൽ ചെല്ലുക, എല്ലാം കൂടെ കിടന്ന് ഈ പട്ടി ചിലയ്ക്ക് നടക്കാൻ കിടന്ന് അതുപോലെ കുരയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് ഒരു ഫീലും ഇല്ലാത്തതുകൊണ്ടാണ് കേസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും. പക്ഷേ ബിഗ് ബോസ് അവരോട് സന്തോഷം സുഖം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ടെൻഷനല്ലാതെ ഈ ഒരു ഇത്രയും ദിവസത്തെ ബിഗ് ബോസ് കണ്ടതിൽ എനിക്ക് ഫീലായത്, കാരണം ഒരാവശ്യവുമില്ലാത്ത ആൾക്കാരെന്നാണ് ഇന്ന് വന്ന 5 പേരാണെങ്കിലും എല്ലാം വേസ്റ്റ് ആൾക്കാരെന്ന് തന്നെ പറയാം. ഇതിലും ഏറ്റവും ബെറ്റർ വെറും സാധാരണ മനുഷ്യരെ കൊണ്ടുപോയി അതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നല്ലേ. ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുപോയിട്ട് അവർ യഥാർത്ഥ ക്യാരക്ടറൊക്കെ വെറും മോശപ്പെട്ട രീതിയാക്കി ഈ സദാചാര കുഞ്ഞമ്മമാരും സദാചാര ആങ്ങളന്മാരും സദാചാര മുത്തശ്ശിമാരും പിന്നെ സദാചാര പെങ്ങന്മാരും അങ്ങനെ സദാചാര മാമിമാരും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. കേസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അന്നേരം അടുത്തൊരു വീഡിയോയുടെ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.